ഒരു 4 വയസ്സുള്ള കുഞ്ഞിനെ ഈ കഴിഞ്ഞ ദിവസം എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നേ, പെൺകുഞ്ഞാണ് കേട്ടോ. അപ്പോൾ അമ്മ പറയുകയാണ്, ഡോക്ടറെ എപ്പോഴും ഈ കുഞ്ഞ് മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ കൈവച്ച് പിടിക്കൂ അത്രേ. അപ്പോൾ ഇൻഫെക്ഷൻ ആണെന്ന് കരുതിയിട്ട് ഇവർ ടെസ്റ്റൊക്കെ ചെയ്തു, പിന്നെ മരുന്നുകൾ കൊടുത്തു. 2 ആഴ്ച കണ്ട് കണ്ടിന്യൂസ് മരുന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു മാറ്റവും. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ കുട്ടീനെ വിശദമായിട്ട് ആദ്യം ഒന്ന് പരിശോധിച്ചു, പിന്നെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നുമല്ല, വേർം ഇൻഫെസ്റ്റേഷനാണ്, അതായത് കൃമി കടിക്കുക എന്ന് പറയില്ലേ, അതാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ കുട്ടിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ മെഡിസിൻ കൊടുത്തു. അതായത് ചെറിയ കുട്ടികളിൽ പ്രത്യേകിച്ച് രാത്രി മലദ്വാരത്തിന് ചുറ്റും കൃമികൾ മുന്നിലേക്ക് ഇങ്ങനെ അഴിഞ്ഞു വന്നിട്ട് മൂത്രം പോകുന്ന ഭാഗത്ത് ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടാകാറുണ്ട്. പെൺകുഞ്ഞുങ്ങളുടെ മൂത്രനാളി വളരെ ചെറുതാണല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾ വീണ്ടും വീണ്ടും ആ ഭാഗത്ത് കൈവയ്ക്കും, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഇൻഫെക്ഷനായിട്ട് പലരും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്, മാസ്റ്റർബേഷൻ ആണെന്ന് ചിലർ പറയാറുണ്ട്. അതൊന്നുമല്ല. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ഈ കുട്ടിക്ക് കൊടുത്തു. 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ബുദ്ധിമുട്ടുകൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മൾ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അതല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായി, അവിടെ ഇവിടെയൊക്കെ കുറേ വായിച്ച് കേട്ടു, കുറേ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ChatGPT നോക്കി, നമ്മൾ കുറേ ടെസ്റ്റൊക്കെ ചെയ്തു, അങ്ങനെ നമ്മൾ നടന്ന് ഒരുപാട് പൈസയും സമയവും കളഞ്ഞ് കുറേ ടെസ്റ്റൊക്കെ ചെയ്ത് നമ്മുടെ പൈസയും കളഞ്ഞ് പോകുന്നതിനേക്കാളും നമുക്ക് കുറച്ചുകൂടി ഡോക്ടറോട് ഇൻറ്റിമേറ്റ് ആയിട്ട് സംസാരിക്കുക, ഹിസ്റ്ററി കൃത്യമായിട്ട് പറയുകയൊക്കെ ചെയ്താൽ കൃത്യമായിട്ട് അതിൻ്റെ കാരണം നമുക്ക് ക്ലിനിക്കൽ പ്രസൻറ്റേഷനിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. നിസ്സാരമായിട്ട് 4 ദിവസത്തെ മരുന്നുകൊണ്ട് തീരേണ്ട ഒരു കേസിന് മാസം 1 അവർ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടറെ കണ്ട് വിവരം പറയുമ്പോൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാം. എന്നിട്ട് എന്തൊക്കെ ചികിത്സ ചെയ്തു, എന്തൊക്കെ ടെസ്റ്റ് ചെയ്തു, ഇനി എന്നെ വല്ലതും ചെയ്യണോ, അല്ലെങ്കിൽ മരുന്നിന് എന്തെങ്കിലും കോൺട്രഡിക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എത്ര നാൾ മരുന്ന് കഴിക്കേണ്ടി വരും, ഞങ്ങളുടെ അസുഖം എന്തൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ എന്താ കുഴപ്പം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ടൈമും നമ്മുടെ പൈസയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടൊന്ന് മാത്രം കേട്ടോ. ഓക്കെ, താങ്ക് യു.